കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരുടെ വാക്കുകളിലൂടെ ശ്രവിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാന്റെ വചനങ്ങൾ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ, ഭഗവാന്റെ അനുഭവങ്ങൾ ഭഗവാനിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തനിൽ നിന്ന് കേൾക്കുക എന്നതും. രമേശ് സാറാണ്. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. രമേശ് സാറ് തുടരണം. അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായിട്ട് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കാൻ പോയ സ്ഥലം അറിയോ? തുഴവൻകുട. അദ്ദേഹം എന്നോട് പറഞ്ഞു. അതെനിക്കറിയാം. അവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെയാണിത് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇവിടെയാണ് പിന്നീട് ആവശ്യമായതും എൻ്റെ സ്ഥലം. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് പിന്നെ അവിടെ നാട്ടുകാരിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളും അദ്ദേഹം പറയും. 56 പള്ളിയുടെ ഞാനൊരു പാട്ട് വരെയും കൊണ്ട് കളിക്കുന്നത്. ഇതിൽ വേറെ ഒന്നുമില്ല, മന്ത്രവാദമൊന്നുമില്ല. ഇവിടെ 50 പൈസയ്ക്ക് കുത്തിക്കൊല്ലുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നു. ഇത് ഈ കത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു വേനാകത്തിൻ്റെ തന്നു. അത് പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഒരു ശിവരാത്രി കഴിഞ്ഞിട്ട് ആരും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് കയറി. ആ ശിവരാത്രി ഞാൻ കൂടിയിട്ടുമില്ല അവിടെ. അപ്പം പിന്നെ രമേശനെ കൊള്ളാം ഒരു കത്തി എടുത്തു തന്നു. വേനകത്ത് നോത്ത് എന്തൊരു വേനകത്ത്. ഞാൻ ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ബ്ലേഡ് തോന്നി. അതെ. കാലിലൊരു മുള്ളുണ്ട്, അതൊന്ന് എടുക്കണം. ഞാൻ ആകെ ഒരു വല്ലാത്ത വിഷയം. ഒന്ന് ഈ പരബ്രഹ്മ സ്വരൂപത്തിൽ ഞാൻ കത്തി വയ്ക്കാന്ന് വെച്ചാൽ അതെന്ത് ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ പെട്ടുപോയി. ഞാൻ അവിടെ തന്നെ മനസ്സുകൊണ്ട് മാപ്പപേക്ഷിച്ച് ഈ തിരുശരീരത്തിൽ കത്തിവയ്ക്കുക മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആ ചുപ്പിറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ ചെറു തൊട്ടേ ഉള്ളൂ, അങ്ങനത്തെ. അപ്പോൾ അത് കത്രയായി ഇങ്ങനെ സൈഡിൽ പിതിക്കുമ്പോൾ തന്നെ മുള്ളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ആ മുള്ളി എടുത്താണ്. ഇത് ഇവരാരും ശ്രദ്ധിച്ചില്ല. ഇവരോട് ഇതിൻ്റെ ഈ കൂളത്തിൻ്റെ മുള്ള് കിടന്നതാണ്. ഈ കത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ. തുടർന്ന് ഇദ്ദേഹം ഞാനിങ്ങനെ സന്ദർഭവശാൽ സംസാരിക്കുമ്പോൾ ഞാൻ ഭഗവാൻ ഇവിടെ കർണാടക സാറിൻ്റെ കൂടെ തിരുപ്പതി ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഇവിടുണ്ടല്ലോ ശൃംഗേരി മഠത്തിൽ യാത്രയായി. ഈ ശൃംഗേരി മഠത്തിൽ പോയ കൂട്ടത്തിൽ അവിടുത്തെ ശാരദാദേവിയും അവൻ്റെ കണ്ടു. എൻ്റെ ആത്മവിശേഷം അവിടുത്തെ എല്ലാം കണ്ട് വല്ലാത്തൊരു ആ വിവരം വന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞപ്പോൾ അവിടെ ഞാനും പോയിട്ടുണ്ട്. ഞാൻ ഈ സഞ്ചാരം നടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. പോകുമ്പോൾ ആ വലിയ ഇതല്ലേ ആ ഇതൊക്കെ ഞാൻ ഇതിനെ കണ്ടിട്ട് ഞാൻ എവിടെയെങ്കിലും രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ കൂടും. ഇത് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ മറ്റൊരാരോ ചെന്ന് പറഞ്ഞു കൊടുത്തു. സാധാരണപ്പെട്ട ആളല്ല, അവർ ഉറങ്ങുന്ന കണ്ടിട്ടും രീതിയിൽ കണ്ടിട്ടുമൊക്കെ അല്ല. അങ്ങനെയാണെന്ന് പിറ്റേ ദിവസം കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു. പക്ഷേ അത് 10 ദിവസം സംവാദമായിട്ട് മാറി. 10 ദിവസവും വേദങ്ങളെക്കുറിച്ചായിരുന്നു സംവാദം. വളരെ ബഹുമാനത്തോടു കൂടി
അദ്ദേഹത്തെ ആദരിക്കപ്പെടേണ്ടി വന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ 10 ദിവസവും ഞാൻ 10 ഗ്ലാസ് വെള്ളമേ എടുത്ത് കഴിച്ചിട്ടുള്ളൂ. ഈ 10 ഗ്ലാസ് വെള്ളവും ഞാൻ അവിടെ തന്നെ മൂത്രമൊഴിച്ച് കളഞ്ഞു. ഒന്നും കൊണ്ടൊന്നില്ല. ഇല്ല. അപ്പോൾ നമ്മൾ സർവജ്ഞാപീഠം കയറിയ ശങ്കരാചാര്യ സ്ഥാപിച്ച ഒരു മഠം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്ഥാപനം. അവിടെ ശങ്കരാചാര്യൊപ്പം സംവാദം നടത്തണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹം അറിവ്, അപ്പം പാണ്ഡിത്യത്തിനപ്പുറത്ത് ജ്ഞാനിയാണ്, അതെ, മഹാജ്ഞാനിയും. അതുപോലെ 1-2 അനുഭവങ്ങൾ പറയുമ്പോൾ ത്രികാലജ്ഞാനിയും കൂടെയാണ്. ത്രികാലജ്ഞാനിയും കാര്യം ഭാവിയെപ്പറ്റി വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ ഒരു സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ഗുരുവായൂർ പോകുമല്ലോ ഞാൻ. അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ ഭഗവാന്റെ പറയുന്നത്, ഞാൻ അതിൻ്റെ പോയി ഗുരുവായൂർ കൊള്ളാം, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിന്ന് ഒരു 150 മീറ്റർ ചുറ്റളവിൽ ഇടിച്ച് നിരത്തണം, അത്രയും മാറ്റണം. അല്ലെങ്കിൽ തൊട്ടടുത്ത് വീടുകളും വെച്ച് അതിൻ്റെ മുകളിലാണ് കക്കൂസെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത്. അത്രയും ഇടിച്ച് മാറ്റിയാലേ അതിന് ആ മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. അതിന് ചേട്ടൻ 10 കൊല്ലം കഴിഞ്ഞ് ചെന്നപ്പോൾ 150 200 മീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. അത് ഭഗവാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് വ്യക്തമാണ്. എന്നോട് ഈ നമ്മളെ ആശ്രമത്തിലെ കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു സന്ദർഭം പറഞ്ഞു, ഈ കാണുന്ന പോലെ നല്ല വളരെ മാറ്റം സംഭവിക്കും. അത് ഈ സന്തോഷമായിട്ട് ആ വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മൾ ആ കെട്ടിടം കെട്ടാൻ പോകുന്നത് പറഞ്ഞു. ആദ്യത്തെ ഒരു എനിക്ക് മനസ്സിലായി, അതിൻ്റെ ആരംഭം കുറിച്ചുകൂടെ. പിന്നെ അതിനുള്ള അവസരം കിട്ടിയത് നമുക്കാണല്ലേ. അതെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ സന്ദർഭങ്ങളാണ്, ഓരോ സന്ദർഭങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഭഗവാനെ കുറിച്ച് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ, ഗുരുവിനെ പറ്റി ചോദിക്കുന്ന അവസരത്തിൽ ഗുരുവിനെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹം സംസാരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ സന്ദർഭവശാൽ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ തന്തൈ പെരിയോർ കേട്ടിട്ടുണ്ട്. E.P. രാമസ്വാമി നായ്ക്കർ, നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ. അതെ അതെ, രാമസ്വാമി പെരിയാർ. ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സന്യാസിമാരെയും ഇവർ സ്വാമിമാരെയൊക്കെ ഉപദ്രവിക്കുന്നു, കളിയാക്കലും ഉപദ്രവമാണ്. കോളേജ് സ്റ്റുഡൻസുമായിട്ട് പോകണം ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് കേട്ടറിഞ്ഞാൽ ചിദംബരത്ത് ഒരാൾ ഉടുതുണിയില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറി നിർവാണ സ്വാമി. അപ്പം നിർവാണ സ്വാമി. അപ്പോൾ ഭഗവാൻ എന്തോ പറഞ്ഞത്, അവിടെ ചെന്ന് കയറി ഉടനെ തന്നെ അദ്ദേഹം കാലിലെ ഒരു വിരലെടുത്ത് മറ്റേ വിരലെടുത്ത് ഇങ്ങനെ വെച്ചു. അത് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ തന്തൈ പേര് നാട് റോഡ് വില്ല് പോലെ നിൽക്കുക. ആ വിഷമത്തിലായി. കോളേജ് സ്റ്റുഡൻസിനും ഞെട്ടിപ്പോയി. അപ്പോൾ ആ സ്റ്റുഡൻസിനോട് ഇദ്ദേഹം പറഞ്ഞത് ഒരു തമിഴ് പാട്ടിലെ ഒരു ഇത് പറഞ്ഞിട്ട്, ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഒരു മുറി പറഞ്ഞു, ആ മുറി ചെന്ന് നോക്കണം, പിള്ളേരെ പൂജിക്കണം, പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഗണപതി പൂജയുണ്ട് ഇദ്ദേഹത്തിൻ്റെ. ഇത്രയും പറഞ്ഞു. അത് ഈ ഗുരുവിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് അതിങ്ങനെ പറയുന്നത്. ഇത് ഈ ശിഷ്യന്മാരുമായിട്ട് നിർവാണ സ്വാമി, അതായത് ഭഗവാന്റെ ഗുരുവിനെ, അദ്ദേഹം ഒരു തെരുവിൽ കുറച്ച് മണലൊക്കെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ സങ്കല്പമാണ്, അതായത് രാമസ്വാമി പെരിയാറിൻ്റെ കണ്ടുപിടുത്തൽ എന്ന് പറയുന്നത്. ഈ ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പം, ആളുകളെ അപ്പോൾ ദൈവം എങ്ങനെ ഇരിക്കും എന്ന് ഗുരുവിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ ഗുരു ചോദിച്ചു ദൈവം എങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ദൈവം എന്ന് പറയുന്നത് ഉള്ളി പോലെ ഇരിക്കും. ഉള്ളി അറിയാമല്ലോ സാർ, ഒരു സവാള തൊലിച്ച് വലിച്ച് ചെല്ലുമ്പോൾ ഒന്നും കാണൂല, അകത്തൊന്നും കാണൂല. ഇത് ആളുകളെ ഒരു പൊള്ള കാണിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ദൈവസങ്കല്പം എന്ന് രാമസ്വാമി പെരിയാർ ഗുരുവിൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ചെറിയ ഒരു വടി കഷ്ണം കിടന്നു, ഒരു മുഴക്കോല് പോലെ ഒരു വടി കഷ്ണം കിടന്നു. ഇദ്ദേഹം ചുമ്മാ കയ്യിൽ വച്ചിരുന്ന ഒരു വടി കഷ്ണം. ഈ വടി കഷ്ണത്തിനെ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വടി കഷ്ണത്തിനെ എടുത്ത് അവിടെ കൊണ്ട് രാമസ്വാമി പെരിയാർ വയ്ക്കാൻ പറഞ്ഞു. രാമസ്വാമി പെരിയാർ ഈ വടി കഷ്ണത്തെ എങ്ങനെ എടുത്തിട്ടും വടി കഷ്ണം വരുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മയല്ല, ഒരു സ്ത്രീ അവരെ ഒരു കൊച്ചുമോളെയും കൊണ്ട്, കൊച്ചുമോളെന്ന് പറഞ്ഞാൽ മോളും പൊടി കൊച്ച് ഇങ്ങനെ ഒക്കത്തിരിക്കുകയാണ്. ഒരു 2-3 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ അമ്മയോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് താഴെ ഇറക്കി വിടാൻ പറഞ്ഞു. എടുത്തിട്ട് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ കൂടെ പറഞ്ഞ്, നീ ഈ കമ്പിനെ എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ആ കമ്പിനെ എടുത്ത് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ രാമസ്വാമി പെരിയാറിൻ്റെ കൂടെ ചോദിച്ചു, ഈ കുഞ്ഞിനുണ്ട് 3 വയസ്സുള്ള കൊച്ചിനുള്ള ശക്തി, കഴിവ് നിങ്ങൾക്കില്ല. നിങ്ങൾ വലിയ അറിവുള്ള ആളാണ്, പുസ്തകം എഴുതിയ ആളാണ്, ശിഷ്യഗണങ്ങളുള്ള ആളാണ്. അപ്പോൾ രാമസ്വാമി പെരിയാർ സമ്മതിക്കാൻ തയ്യാറല്ല.
സമ്മതിക്കാൻ തയ്യാറില്ല. എന്നിട്ട് ആ വടി കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇതിനെ എടുത്ത് തിരിച്ച് മണലിൽ ഊന്നി വെച്ചു. മണലിൽ തിരിച്ചു ഊന്നി വെച്ചു. വച്ച സമയത്ത് രാമസ്വാമി പെരിയാർ തലകുത്തനെ നിന്നു. അതാണ് പറഞ്ഞു, തലകുത്തനെ നിന്നിട്ട് ഇവർക്ക് നൂരാൻ പറ്റില്ല. ഈ വന്ന ശിഷ്യങ്ങളും എല്ലാവരും പേടിച്ചു പോയി. തലകുത്തനെ നിൽക്കുന്ന സമയത്ത് രാമസ്വാമി പെരിയാറിനോട് ചോദിച്ചു, ദൈവം എപ്പിടി ഇരിപ്പ് അയ്യാ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ദൈവം പ്രകാശം മാതിരി ഇരിക്കയ്യാ. അപ്പോൾ ദൈവം എങ്ങനെ ഇരിക്കുന്നത്? തലകുത്തനെ നിന്നപ്പോഴേ ഒരു പ്രകാശം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതിന് ശേഷമാണ് ഇയാൾ ഭക്തനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഇവിടെ തന്നെ ഇരുത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ തന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ ഇയാൾ ഭയങ്കര ദൈവവിശ്വാസി, ഇയാൾ ഗണപതിയെ വെച്ച് ആരാധിക്കുന്നവൻ. അപ്പോൾ ഇത് അന്ന് അത്ര മിടുക്കനായിരുന്നു സ്വാമിയുടെ ഗുരു. അതായത് ശരിക്കും ശിവാംശം, ശിവനാണ് ആര്, നിർവാണ സ്വാമി. അദ്ദേഹം അത്ര മഹാജ്ഞാനി ഇതുമാണ്. അപ്പം അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ കംപ്ലീറ്റ് ചെയ്യണം. ഇവനും പലർക്കും അറിയില്ല. അല്ല, അത് ചേട്ടൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനെ അത് നന്നായി. ഞാൻ പൂർണ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത്രേ എനിക്ക് പറഞ്ഞുള്ളൂ. പക്ഷെ അത് പൂർണ്ണമാക്കി ഭഗവാൻ തന്നെ പറഞ്ഞു എനിക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെ. അതുപോലെ തന്നെ ഞാൻ പിന്നീട് ഈ പറഞ്ഞ പോലെ അഭിഷേക് മാർഗി, ഞാൻ ഈ തിരുനാൾ പാർഷികത്തിനൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ പാചപുരയിൽ കയറും. അന്ന് സ്റ്റീഫൻ ആയിരുന്നു. അതെ, പെരിഞ്ഞാങ്കടവിലുള്ള. അപ്പോൾ സ്റ്റീഫൻ രണ്ടാമക്കളുണ്ട്. അപ്പോൾ സ്റ്റീഫൻ്റെ കൂടെ ഞാൻ സഹായത്തിന് കയറും. അങ്ങനെ കണ്ടപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. കാര്യം തലേ ദിവസത്തെ രാവിലത്തേക്കുള്ള ഇഡ്ഡലി നേരത്തെ ഉണ്ടാക്കണമല്ലോ. ഈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവി അടിക്കും. അപ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, എന്നെ കൊണ്ടെടുക്കും. ഞാനും എടുത്ത് തട്ടും, അടുത്ത് തന്നെ വിളിക്കും. ഈ ആവി അടിക്കുന്നത് എനിക്ക് വിഷയമല്ലാത്തുണ്ടാകും. ഒരു 3-4 ഇങ്ങനെ ഏതാണ്ട് ഒരു 12,000 വേണം ഇഡ്ഡലി. അപ്പം ഒരു തുള്ളി വേർപ്പ് ഇങ്ങനെ വീഴും. അതിനകത്ത് വീണില്ല, ആ തട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ. എന്നാലും ഡൗട്ടായി, എനിക്ക് സംശയമായി. ഭഗവാൻ അത് ഏത് അങ്ങനെ വീണോ ഇങ്ങനെ സംശയിട്ടിരിക്കുമ്പോൾ ഭഗവാൻ കുറച്ച് തോർത്തോട്ടപ്പത്തും, ഇത് യജ്ഞം നടക്കുന്ന സ്ഥലം, ഇതിൽ നേർന്ന് വീഴാൻ പാടില്ല. ഒരു തോർത്ത് എനിക്ക്, ഒരു തോർത്ത് നമ്മുടെ സ്റ്റീഫൻ, പിന്നെ അവിടെ നിന്ന് 2 പേർക്ക്. ഇതെല്ലാം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രി നാമത്തിരിക്കുന്നവർക്ക് 10 മണിക്ക് ഇറങ്ങുന്നവർ ആഹാരം തീർന്നു. പെട്ടെന്ന് അരി ഇട്ടു, കഞ്ഞി വരുന്നുണ്ട്. അപ്പം കഞ്ഞി വേറായി, ഇവർ ഇറങ്ങാൻ സമയമാകുന്നു. കഞ്ഞി കറി ഉള്ളതും എന്തൊക്കെ അച്ചാറത് കൊള്ളും. കഞ്ഞി ഏതാണ്ട് നല്ല പാകമായി വന്നപ്പോൾ ഭാഗം പെട്ടെന്ന് വന്നു. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം അതിൽ നിന്ന് എടുത്തിട്ട് വേറെ ഇങ്ങനെ കുറേ നേരം ആറ്റാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ കാര്യം പറയുന്നുണ്ട്. അത് നല്ലോണം ആറ്റിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഇതേ ഒന്ന് കുടിച്ച് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്നു. അത് വേറെ കുറേ സംസാരമൊക്കെ തന്നിട്ട് ഇതിനെടുത്ത് വീണ്ടും കഞ്ഞിക്കകത്ത് വെച്ചിട്ട് അദ്ദേഹം പോയി. ആ നാമജപം ഇറങ്ങിയതിൽ എൻ്റെ 3 ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. ഈ ആഹാരം കഴിഞ്ഞിട്ട് എൻ്റെ ഇടമെന്ന് വെച്ചാൽ, എടി ഇതെന്തോടെ ഇത് കഞ്ഞിട്ട്, എന്തോ ടേസ്റ്റാണിത്, അത് കറിയൊന്നും വേണ്ട, ഇതെന്തൊരു രുചിയാണത്, എന്താണ്? ഞാൻ പറഞ്ഞ മഹാഭാഗ്യവനാണ് നിങ്ങളൊക്കെ, ഭഗവാൻ എന്ത് ചെയ്തെന്ന് അറിയാമെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ഇന്നതാണ്. അതിൻ്റെ യോഗ്യതയുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ നാമജപം ഇറങ്ങിയവർക്ക് കിട്ടിയ ഇത് കഞ്ഞിയല്ല, അതൊരു ദിവ്യ അമൃതാണത്. അത് ഈ ജന്മത്തിൽ കിട്ടിയത് സുഹൃതമായിട്ട് കരുതിക്കൊണ്ടേ. ഇത് തലമുറകൾ കൈമാറുന്ന സാധനമാണ്. ഇത് അത് പുണ്യം, ജന്മപുണ്യം എന്ന് മാത്രം കരുതിയാൽ മതി. അതുപോലെ ഇനിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം പറഞ്ഞപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഒരു 12 മണിയപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന് ധ്യാനിക്കുന്ന പറയും കിണറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്രൗണ്ടുണ്ട്, അതെ, കളിക്കാട്ട്, അതെ, അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. എന്നോട് പിന്നെ വല്ല ക്ഷീണമോ വല്ല തോന്നുമ്പോൾ ഇതിനകത്ത് കയറി കിടന്നുണ്ണം കേട്ടോ. അപ്പോൾ എനിക്ക് ക്ഷീണമൊന്നുമില്ല, നമ്മൾ 6 മണി വരെ നടക്കുകയില്ലേ. 1 മണിയെല്ലാം കഴിഞ്ഞപ്പോൾ നിൽക്കാൻ വയ്യ. എന്ന് ചൂടുണ്ട്, ചൂടില്ല, എനിക്ക് നിൽക്കാൻ വയ്യ. അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, വീണ്ടും പറ്റുന്നില്ല, പിടിച്ചിരിക്കാൻ. ഞാൻ പിന്നെ അപ്പോൾ ആർവിയുടെ അരിഷ്ടം കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ചെന്ന് ചോദിച്ചോ എന്ന് വെച്ചാൽ നാണക്കേടുണ്ട്, അതും ചോദിച്ചില്ല. ഈ അരിഷ്ടം കുടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും അതൊന്നുമില്ല. പിന്നെ പാവം ഇങ്ങനെ പറഞ്ഞിരിക്കുകയില്ലേ, അവിടെ ആരുമില്ല, നേരകത്ത് അവിടെ പായുണ്ടല്ലോ, അതിൽ കയറി കുറേ നേരം കിടന്ന് എത്ര മണിക്കൂർ കിടന്നു എനിക്കറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി ആശ്വാസമായിട്ട് പുറത്തിറങ്ങി. ഈ ശരീരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരും എന്നുള്ളത് ഭഗവാനെ കണ്ടിട്ടാണ് എന്നെ അങ്ങനെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തുദ്ദേശം എനിക്കറിയില്ല, മഷി പോലെ ആയി എന്ന് മാത്രം വാക്ക് പറഞ്ഞു. കാര്യം നമ്മൾ വിശ്രമമില്ലാതെ ഇങ്ങനെ പിന്നീട് എൻ്റെ അടുത്ത വർഷമൊക്കെ പിന്നെ അങ്ങോട്ട് ആൾക്കാർ വന്നങ്ങ് കയറാൻ തുടങ്ങി. നമുക്ക് തന്നെ ജോലി ചെയ്യാൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ അന്നദാന വിളമ്പുകാരെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമല്ലോ. ഞാൻ ഭഗവാന്റെ അടുത്ത് എത്താറാകുമ്പോൾ ക്യൂവിലാണ് അറിയത്തുള്ളൂ.
ഞാൻ അടുത്തത്തെ പോയി വിങ്ങുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പൊട്ടുന്ന പറ്റ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കി വിങ്ങൽ തീർന്നു. അതിന് ഉദാഹരണം വേറൊന്ന്, നമ്മൾ കള്ളിക്കാട് എനിക്ക് ആൾ പേര് ഓർമ്മ വരുന്നില്ല, നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത് പോത്തം കൊട്ടു. അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇദ്ദേഹത്തിന് കറങ്ങി ഇദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അടുത്ത് പോയി ഇയാൾ പൊട്ടിച്ചിരിക്കുന്നത്. കരഞ്ഞുകൊണ്ട് വന്നാണ് പൊട്ടിച്ചിരിക്കണതിന് ഇയാൾക്ക് ചിരി അമർത്താൻ പറ്റുന്നില്ല. എന്ത് അതിശയമാണെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ മാറി, എന്താണ് വിഷയം എന്നുള്ള അവതരിപ്പിക്കുന്നത്, അതിന് ഞങ്ങളൊക്കെ അങ്ങ് മാറി കൊടുത്തു. അതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങനെ ഓർമ്മയിൽ വന്നാൽ മാത്രമേ അത് പറയണം, ആലോചിച്ച് പറഞ്ഞാൽ. ഒരു ശിവരാത്രി ഡ്യൂട്ടിക്ക്, ശിവരാത്രിക്ക് ഞാനിവിടെ വന്നു. ഞാനും തൃശ്ശൂർ പാർട്ടിയുണ്ട്, തൃശ്ശൂർ പാർട്ടിയും കൂടെ നല്ല വ്രതത്തോടു കൂടി ഞങ്ങൾ ഇത് കഴിഞ്ഞു. മണിക്കൂറോളം ഞങ്ങൾ അർച്ചനയെ പങ്കെടുത്തു. അവസാനം നമ്മൾ നടന്നുള്ളല്ലോ, എല്ലാം കഴിഞ്ഞ് നേരം വെളുത്ത് ഭഗവാന്റെ അടുത്ത് വന്നിരുന്നു, മുമ്പിലിരിക്കുന്നു. അപ്പം കപ്പിലും കുടിച്ച് മറ്റേ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സജിത്തും മറ്റേ നമ്മുടെ കഴക്കൂട്ടത്ത് ഒരു അർദ്ധനാരീശ്വര സമാധി ക്ഷേത്രമുണ്ട്, ഒന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. രമേശനും കൊള്ളാം, കൂടെ പോയിക്കൊള്ളാം. ഞാൻ അവരുടെ വണ്ടി കൂടെ കയറി. അറിയില്ല സമാധി? അതെ, മേനംകുളം. അവിടെ അതെ, അവിടെ നമ്മുടെ സ്റ്റേഷൻ്റെ പിറകുള്ള വഴി കൂടെ നേരെ പോകുമ്പോൾ ഒരു തോട്ടൻ്റെ കയറി. അന്നൊരു കൊച്ചു കുരുവലൊക്കെ ഇരുന്നാണോ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു, ഒരുപാട് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അടുത്തടുത്ത് പോയപ്പോൾ അതൊരു വലിയ വിശേഷപ്പെട്ടൊരു മഹാക്ഷേത്രമായി പോയി. അദ്ദേഹത്തിൻ്റെ സമാധി ദിവസങ്ങളെല്ലാം കുറഞ്ഞു. അതിനുശേഷം അതിൻ്റെ അടുത്ത ശിവരാത്രിക്ക് ഞാൻ ചെന്നപ്പോൾ ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ, രമേശന് പോകണ്ടേ? എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു എന്നും കൂടെ വേണ്ടിയില്ല. കുറെ കഴിഞ്ഞിട്ട് വിളിച്ചു, പോകണം, സമയമായി. പിന്നെ ഞാൻ നിന്നില്ല, നേരെ ഓടി. നോക്കിയപ്പോൾ എനിക്ക് ആബ്സെൻ്റ് എഴുതി വെച്ചിട്ട് DSP ഒരു എൻക്വയറിക്ക് പോയിരിക്കുന്നു. പറ്റുമെങ്കിൽ അവിടെ ഒന്ന് ചേരാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഓടി, അവിടെ ചെന്ന് അങ്ങോട്ട് എത്തി. എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു ആശ്രമത്തിലായിരുന്നു. ഇങ്ങനെ ഒരു ഒന്നുമില്ല, കൂടെ ഒന്നുമില്ല. ഇന്നത്തെ പ്രസിഡൻറ്റിൻ്റെ വണ്ടിയിൽ സ്വന്തം പൈസയിൽ ഒന്നോളം പറഞ്ഞ് അവിടെ ചേർന്നു. പക്ഷേ വേറൊന്നും നടപടി ഉണ്ടായില്ല. ഭഗവാൻ അപ്പോൾ പറഞ്ഞു വിട്ടത്, നമ്മൾ ഈ ഇതിലൊക്കെ പങ്കെടുക്കുമെങ്കിലും ഭഗവാൻ ഇതിൽ ഓരോ വ്യക്തിയുടെയും എന്താ പറയുന്നത്, കുടുംബത്തിൽ ഓരോ അങ്ങയുടെ വിഷയങ്ങൾ വരെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കും. ഇത് ഭഗവാന്റെ പരിചരണയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ തമ്പുരാനുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ അണ്ണൻ തമ്പുരാൻ്റെ പരിചരണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അണ്ണൻ്റെ കുടുംബം ഭഗവാന്റെ കയ്യിലാണ്. അതാണ്, ആ വ്യക്തിയല്ല, ആ കുടുംബം. ആ കുടുംബത്തിൽ ഒരു കുറവും വരാതെ, ആ വ്യക്തിക്ക് ഒരു ആപത്ത് വരാതെ, വ്യക്തിയിൽ മാത്രമല്ല അവർക്ക് ആർക്കും മൊത്തത്തിൽ സംരക്ഷണം ഒരുക്കും സ്വാമി. ഭക്തനെ മാത്രമല്ല, ഭക്തൻ്റെ കുടുംബത്തെയും കൂടി സംരക്ഷിക്കുന്നതാണ്. ബാക്കിയുള്ളവർ ഒരു ദൈവവിശ്വാസം ഇല്ലാതെ വേണമെങ്കിൽ പറഞ്ഞു നടന്നാൽ പോലും ഒരു ഭക്തൻ അവിടെ ഉണ്ടെങ്കിൽ ഭഗവാൻ ആ കുടുംബത്തെ സംരക്ഷിക്കും, അവർക്ക് ഒരു കുറവ് വരാതെ. അപ്പം നമ്മളെ കർമ്മഫലം അത് നമ്മുടെ ഒരു വെളിപ്പുറത്തോലെയാണ്. ആ സമയത്ത് ആ പ്രാർത്ഥന വേദനയോട് വിളിച്ചാൽ അപ്പോഴെത്തിയിരിക്കും, ക്ലിയറാക്കി നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മളാണ് പോകുന്നെങ്കിലും, അതെ പോകുന്നെങ്കിലും അതിൻ്റെ. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ഈ മത്സ്യമാംസാദികളൊക്കെ നിർത്തി ഞാൻ ഇനി കഴിക്കണ്ട. ഒരു അദ്ദേഹത്തിനോടൊക്കെ പോകുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെയൊക്കെ പോകുന്ന സമയത്ത് എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള കിട്ടും. പക്ഷേ ഈ ഭഗവാനുടെയൊക്കെ അടുത്ത് വന്ന് നിർത്തി. അപ്പോൾ നിർത്തിയിട്ടതിന് ശേഷം ഞാൻ ചെന്ന് കയറി, ഈ വൃത്തിയിട്ടത് തിന്നോണ്ട് പോട്ടെ, നമുക്കിത് വേണ്ട. ഞാൻ നിർത്തിയൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും വേണ്ട, അത് നമുക്കിത് വേണ്ട, അത് തിന്നോണ്ട് പോട്ടെ. അതിൽ നിന്ന് മനസ്സിലാക്കി. പണ്ടൊരു എപ്പിസോഡിൽ ആരോ പറഞ്ഞതുപോലെ ഈ മാംസാഹാരത്തെപ്പറ്റിയും ശവക്കറി കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും പറയുന്നത്, അത് ഈ പറയുന്ന പോലെ അത് പറയുന്നത് ഈ വെള്ളം വലിച്ചു കുടിക്കുന്ന ജീവികൾ, സസ്യബുക്കുകളും വെള്ളം നക്കി കുടിക്കുന്ന ജീവികൾ മാംസബുക്കുകളെന്നാണ്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അതിൻ്റെ ആന്തരിക അവയവങ്ങൾ പ്രകൃതി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. അതെ, ആ കൂട്ടത്തിൽ നമ്മൾ വെള്ളം വലിച്ചു കുടിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ സസ്യബുക്കുകളാണ്. പക്ഷേ ഇതിൽ മനസ്സ് രൂപാന്തരപ്പെടുന്നത് ഈ ആഹാരത്തിലൂടെയാണ് 100%. അപ്പോൾ അതുകൊണ്ട് പഴയ കാലങ്ങളിൽ നമ്മുടെ ആചാരങ്ങളിൽ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ബ്രഹ്മാർപ്പണം നടത്തി അത് പ്രസാദമാക്കി അങ്ങനെ കഴിക്കുന്നുണ്ട്. അതെ, ചിത്തശുദ്ധി ഉണ്ടാകും. അതെ, മനസ്സ് ശുദ്ധമാകും. അപ്പോൾ ചിത്തശുദ്ധിക്ക് വേണ്ടത് ഈ പറഞ്ഞ ശുദ്ധമായ ഭക്ഷണം അത് കഴിക്കുന്ന വ്യക്തികളിൽ അത്തരം മനസ്സിലുണ്ടാവുകയും ചിത്തം ശുദ്ധമാവുകയും ഈശ്വരനോട് കൂടുതൽ അടുപ്പം ഉണ്ടാകാനും കഴിയും. അതിന് അദ്ദേഹം പറഞ്ഞൊരു മറ്റു മാർഗത്തിലാണ് കഴിക്കുന്നവർ കഴിച്ചത്, നമുക്ക് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ അതിൽ ഈ മാംസം, ഞാനും മാംസം കഴിച്ച് ഭഗവാന്റെ അടുത്ത് 4 വയസ്സ് തൊട്ട് നിന്ന് അവിടെ മാംസമൊന്നുമില്ല. അത് കഴിഞ്ഞ് ചില സാഹചര്യങ്ങളിൽ ഞാൻ കഴിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച്
ആധികാരികമായിട്ട് പഠിച്ചപ്പോൾ, കാരണം എല്ലാ ജീവിക്കും, ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവിക്കും കർമ്മഫലമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മൾ വിചാരിക്കും ഇവിടെയുള്ള 800 കോടി ജനങ്ങൾക്ക് മാത്രമേ കർമ്മഫലമുള്ളൂ എന്നല്ല, സർവ്വ ജീവജാലങ്ങൾക്ക് കർമ്മഫലമുണ്ട്. ഈ കർമ്മഫലം നമ്മൾ എടുക്കുകയാണ്. ഒരു ജീവിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഒരു ആട്, അതൊരു 10 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ആടായിരിക്കും. ഇതിന് ഒരു 3 വയസ്സായപ്പോൾ കൊന്നു. ഇതിന് ഈ ഒരു 7 വർഷവും കൂടി അനുഭവിക്കാൻ ഈശ്വരൻ വിട്ടിരിക്കുകയാണ്. ഈ 7 വർഷത്തെ കർമ്മഫലം ഈ മനുഷ്യൻ പോയിട്ട് ബാക്കി എല്ലാ ജീവികൾക്കും അവർ മരിക്കുന്നതിന് മുമ്പ് അറിയാം. ആ പരമസത്യം പ്രപഞ്ചം അവർക്കൊരു ശക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ സുനാമിയോ അതുപോലെ എന്തെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനമോ അതുപോലെ എന്തെങ്കിലും വിപത്ത് വരുന്ന സമയത്ത് കെട്ടിയിട്ട മൃഗങ്ങൾ മാത്രമേ ചാവുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മുങ്ങിക്കളയും. കാരണം പ്രപഞ്ചം അവർക്കൊരു ശക്തി കൊടുത്തിട്ടുണ്ട്. അവർ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ അതിജീവിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതോടുകൂടിയാണ് ദൈവം അവരെ കൈവിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എവര് അമ്പലത്തിലും പള്ളിയിലും ദേവാലയങ്ങളിലും പോയി തലകുത്തനെ പ്രാർത്ഥിച്ചാലും അവർക്ക് ആത്മജ്ഞാനം വരാത്തത്. എവർക്ക് ആത്മജ്ഞാനമുണ്ട്, ഒരു അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചിട്ടല്ല. ആദ്യം മനസ്സിലാക്കണം, ഈ മൃഗങ്ങളൊന്നും ഒരു ആശ്രമത്തിലോ ഒരു ആശ്രമ അന്തേവാസിയായിട്ടോ ക്ഷേത്രത്തിൽ 24 മണിക്കൂറും വ്രതം എടുത്തിട്ടോ ഒന്നുമല്ല. പക്ഷെ അവർക്ക് ആത്മജ്ഞാനമുണ്ട്. കാരണം അത് ഈശ്വരൻ കൊടുത്തതാണ്, പ്രപഞ്ച ശക്തി കൊടുത്തതാണ്. മനുഷ്യൻ ഈ ജീവിയെ കൊല്ലുന്നതോടുകൂടി ഈ ജീവിക്ക് നേരത്തെ അറിയാം, കെട്ടിയിട്ട് കൊല്ലാണ്, അടച്ചിട്ട് കൊല്ലാണ്. അവന് രക്ഷപ്പെടാൻ മാർഗമില്ല. അവനറിയാം എന്നെ കൊല്ലാൻ പോവുകയാണെന്ന്. അവൻ ആ ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ ആത്മാവ് അവൻ്റെ ദുഃഖം മൊത്തം അവൻ്റെ ശരീരത്തിൽ അടക്കം ചെയ്യും. ഈ ശരീരത്തെയാണ് വെട്ടി പീസാക്കി തിന്നണേ. ഈ തിന്നുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കർമ്മഫലം യവൻ തിന്നെയാണ്. തിന്നുന്നവൻ യവൻ്റെ കർമ്മഫലം അനുഭവിക്കാതെ പോകാൻ പറ്റത്തില്ല. നമുക്ക് ജന്മം തന്നെ എന്തിനാണ്? നമ്മൾ പറയും മനുഷ്യജന്മം ശ്രേഷ്ഠ ജന്മമാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 14 ലോകങ്ങളുണ്ട് എന്ന് തമ്പുരാൻ പറയണമെങ്കിൽ തമ്പുരാൻ 14 ലോകങ്ങളിൽ പോയിട്ടുള്ളതുകൊണ്ടാണ്. തമ്പുരാൻ പോയിട്ടാണ് പറയണത്. ഭഗവാൻ നമ്മളെപ്പോലെ ഊഹാഭോഗം വെച്ചോ അല്ലെങ്കിൽ കുറച്ച് തുന്നൽ ചേർത്തോ ഒന്നും പറയാറില്ല. സത്യസ്വരൂപനാണ്. അദ്ദേഹം എന്ത് പറയുന്നുണ്ടോ അത് സത്യമാണ്. അദ്ദേഹം കാണാത്തതും അറിയാത്തതുമായിട്ട് ഒരു കാര്യവും പറയില്ല. സ്വാമി എവിടെ ഒരു സദസ്സിലിരുന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലിരിക്കുന്ന ആർക്കോ വേണ്ടിയിട്ടാണ് പറയും. അല്ലാതെ സ്വാമി ഒരു വചനം പോലും പറയില്ല. സ്വാമി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇരിക്കുന്ന ആർക്കോ ആയിരിക്കാം. ഇല്ലാതെ സ്വാമി ഒന്നും സംസാരിക്കില്ല. പറയുന്ന എല്ലാ സത്യങ്ങളാണ് ആർക്കോ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ആത്മജ്ഞാനം ഈ ജീവികളിൽ നിന്ന് നമുക്ക് ഈ 14 ലോകങ്ങളിലും 13 ലോകത്ത് ജീവിച്ചിട്ടാണ് 14ാമത്തെ ലോകത്തിലേക്ക് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഈ 13 ലോകത്തും സുഖം മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് വരാതെ ഒരാളിനും മുക്തി അടയാൻ പറ്റില്ല. അപ്പോൾ 14 ലോകങ്ങളിൽ ഭൂലോകത്ത് വരാതെ ഒരുത്തിന് മുക്തി ഉണ്ടാവില്ല, ഈശ്വരനിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ ഈ കൃമികീടങ്ങളായിട്ട് ഈ 13 ലോകങ്ങളിലും കിടന്ന് അഹങ്കരിച്ചത് മൊത്തം ഇവിടെ തീർത്തിട്ടാണ് പോകാൻ പോണേ. അപ്പോൾ ഇതിൽ മനുഷ്യജന്മത്തിനുള്ള പ്രാധാന്യം, അപ്പോൾ ആളുകൾ പറയും മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ, മറ്റൊരു എല്ലാ ജീവിക്കും ബുദ്ധിയുണ്ട്. പട്ടിക്ക് എത്രയുള്ള ബുദ്ധിയും അറിവും സ്നേഹവും മറ്റൊരു ജീവിക്കില്ല. ഇത്രയും നന്ദിയുള്ള ഒരു ജീവി വേറെയില്ല. അതിന് ഉദാഹരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. കള്ളിക്കാടൊക്കെ നിൽക്കുന്നത് പട്ടികൾ ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് പട്ടികളെ ബഹളമാണ്. എല്ലാത്തിനും സ്വാമി അന്നം കൊടുക്കും. ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ സ്വാമി എന്നെ പറയുന്നുണ്ട്, കൊച്ചിലെ സ്വാമി ഗുരുവിനെ തേടി പോകുന്ന സമയത്ത് ആ വീട്ടിലൊരു കൊച്ചു കുട്ടിപ്പട്ടി ഉണ്ടായിരുന്നു. ഇദ്ദേഹം പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഈ പട്ടി വയസ്സായി അവശ നിലയിൽ കിടക്കുകയാണ്. പെറ്റ അമ്മ വരെ ഒരു കരിക്ക് അടത്ത് കുടിച്ചപ്പോൾ അദ്ദേഹം സ്വന്തമായി നട്ട തെങ്ങ് വളർന്ന് അതിൽ നിന്നൊരു കരിക്ക് എടുത്ത് കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും നാട്ടുകാരും അമ്മയും എല്ലാവരും കൂടി വളഞ്ഞിട്ട് ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചു. ഈ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അധികാരപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആ കരിക്ക് ഇങ്ങനെ പൊട്ടിച്ച് കുടിക്കാൻ സമ്മതിക്കാതെ ഇവരെല്ലാം കൂടി വളയുന്ന സമയത്ത് ഈ പട്ടി മാത്രം എണീക്കാൻ വയ്യ, അത് മാത്രം വാലാട്ടിക്കൊണ്ട് കിടക്കുകയാണ്. ഈ കൊച്ചു കുട്ടിപ്പട്ടിയായിരുന്ന സമയത്ത് അതിന് ഞാൻ കഴിച്ച ഒരു ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു പീസ് കൊടുത്തു. ആ ഒരു പീസ് കൊടുത്ത നന്ദി
ഈ മരിക്കാറൊക്കെ കിടക്കുന്ന പട്ടി വാലാട്ടിക്കൊണ്ടിരിക്കുന്നത് പെറ്റ അമ്മ പോലും എന്നെ മനസ്സിലാക്കിയില്ല. അത്രയ്ക്ക് തിരിച്ചറിവ് പട്ടിക്കുണ്ട്, ഏത് മനുഷ്യർക്കുണ്ട്. ഇപ്പം ഒരു കാര്യം നേടിയെടുത്തോണ്ട് പോയി നമ്മളെ കണ്ട് ചിരിച്ച് കുഴഞ്ഞ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചിരിച്ച് വന്നിട്ട് പോയി ഇത് വാങ്ങി കുഴഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയ്യോ ഒരു പിരിവിന് വരണവരെന്ന് വെച്ചാൽ ഓ അവൻ്റെ കൂടി ചോദിച്ച കുറഞ്ഞു പോയി, ഞാൻ 10,000 ചോദിച്ചുകൊണ്ടാണ് 5,000 തന്നത്, അവൻ്റെ കൂടി 50,000 ചോദിക്കേണ്ടായിരുന്നു എന്ന് ചിന്തിക്കാതെ ഇറങ്ങി പോകുന്നവരില്ല. ഭഗവാൻ തന്നെ പണ്ട് ഇരുന്നുകൊണ്ട് പറയും പിള്ളേ 4 തരം സ്നേഹമുണ്ട്. 4 തരം സ്നേഹം. ഒന്ന് ആരംഭ സ്നേഹം. അപ്പോൾ സ്വാമിയെ കാണാൻ വന്നു, അല്ല ഒന്ന് തൊഴുതു ചിരിച്ചു, ആരംഭ സ്നേഹം. ഇവൻ പിന്നെ വരണമെന്നില്ല, ഇവനെ കാണണമെന്നില്ല. മറ്റൊന്ന് ആചാര സ്നേഹം. പാരമ്പര്യമായിട്ട് അച്ഛനമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്, അതാണ് കുടുംബ മഹിമ, കുടുംബ സ്നേഹം. ചിലർ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, ചിലർ എന്തെങ്കിലും പറയുമ്പോൾ മസിൽ പിടിച്ച് നിൽക്കും, ചിലർ പറയണ ഒന്നായിരിക്കും വേറെ ഒന്നായിരിക്കും കാണിക്കണേ. ഇത് ആചാര സ്നേഹം. മറ്റൊരു സ്നേഹമുണ്ട് ആദായ സ്നേഹം. ഭയങ്കര സ്നേഹമാണ്, കാണുമ്പോൾ ഇത്രയും ഒലിപ്പിക്കുന്ന ഒരു സ്നേഹമില്ല. ആദായ സ്നേഹം. ഇത് അവൻ്റെ അധികാരത്തെ സ്നേഹിക്കുന്നതാവാം, അവൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുന്നതാവാം, അവൻ്റെ മറ്റേതെങ്കിലും പൊസിഷനെ സ്നേഹിക്കുന്നതാവാം. ഇത് ആദായ സ്നേഹം. ഇത് എന്ന് അവന് നഷ്ടപ്പെടുന്നുവോ പിന്നെ പലപ്പോഴും അവനെ കാണുമ്പോൾ വേറെ വഴിക്ക് തിരിഞ്ഞ് നടക്കും. കാര്യം കഴിഞ്ഞ് അവനെ കൊണ്ട് ഉപയോഗമില്ല. അതിന് ഉദാഹരണം നമ്മളെ ആശ്രമത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഭഗവാൻ ജീവസമാധിയിലിരിക്കുകയാണ്. ജീവസമാധി എന്ന് പറഞ്ഞാൽ സമാധിയിൽ വെച്ചിട്ട് ഏറ്റവും, കാരണം ഭഗവാന്റെ ശരീരത്തിൽ ജീവനുണ്ട്, ശരീരം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വാമി എൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിള്ളേ ഞാൻ സമാധിയായി, പുള്ളി കുറേ കാലം കഴിഞ്ഞ് പിള്ളേ എൻ്റെ ശരീരം കുത്തിമുറിച്ച് നോക്കിയാൽ രക്തം എടുക്കുമെന്ന്. ശരീരത്തിൽ രക്തം എടുക്കണമെങ്കിലോ ജീവനുള്ള ശരീരത്തിൽ മാത്രമേ രക്തം ഒലിക്കുകയുള്ളൂ, രക്തം ഒലിക്കുകയുള്ളൂ. അപ്പോൾ ആ ജീവസമാധിയിൽ നിന്ന് ഈശ്വരനിലേക്ക് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ജീവസമാധി. ഈശ്വരന് സ്വാമി ഒന്നായിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാതെ ഭഗവാൻ ഇരുന്ന സമയത്തേക്കാൾ സമാധിയിൽ ചെന്ന് നിന്ന് ആ ഭഗവാന്റെ സമാധിയിൽ ചെന്ന് നിന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈശ്വരൻ കേൾക്കുകയാണ്. ഡയറക്റ്റ് ഈശ്വരൻ കേൾക്കാനായിട്ട് വേറെ ഒരു വഴിയില്ല, ഒരു വഴിയിലൂടെ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഡയറക്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് പല ആളുകളും ഇപ്പം വരുന്നില്ല, കാരണം സ്വാമി ഇല്ലല്ലോ. ആദായം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റത് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഞാൻ സ്വാമി ആശ്രമത്തിന് വേണ്ടി ഇപ്പോൾ ഇവർ വന്ന് ചോദിച്ചു, ഞാൻ 50,000 കൊടുത്തു, എന്നിട്ട് ഈ രസീതും കാണിച്ച് സ്വാമി വന്നിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? പണ്ട് സ്വാമി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒന്നാണ്, തിരുപ്പതി ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ എന്ത് കൊടുക്കുന്നുവോ ഭഗവാൻ 3 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഭഗവാൻ 1 രൂപ കൊടുത്താൽ ഭഗവാൻ 3 രൂപ തിരിച്ചു തരും. ഇത്രയും തിരിച്ചു തരുന്ന വേറൊരു ദേവനില്ല. അതുകൊണ്ടാണ് എല്ലാവരും തിരുപ്പതി കൊണ്ടുവന്ന് പൈസയെ കൊടുത്തിട്ട് ഇത് മതിയോ അല്ലെങ്കിൽ ഇത് പോതുമോ എന്നൊക്കെ തമിഴന്മാരും ബാക്കിയുള്ളവരും ചോദിക്കുന്ന കാര്യം എന്താണ്? ഓണം കൊടുക്കണമെല്ലാം തിരിച്ചു തരും. അതുകൊണ്ട് കച്ചവടക്കാരെല്ലാം ഒരു ബിസിനസ് സ്ഥാപനമായിട്ടാണ് തിരുപ്പതിയെ കാണുന്നത്. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല, 10 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കും പിള്ളേ. എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു തുള്ളി വേർപ്പ് അവൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ഗുണം ഞാൻ തിരിച്ചു കൊടുക്കും. ഇത് ചിലപ്പം ആത്മാവിലൂടെ കൊടുത്തു വിടുന്ന ആത്മജ്ഞാനമായിരിക്കാം, ചിലപ്പം പൈസ ആയിരിക്കില്ല. എല്ലാവരും വിചാരിക്കും അയ്യോ എനിക്ക് കുറേ സമ്പത്തുണ്ടാക്കി തന്നില്ല. സമ്പത്തായിരിക്കില്ല, അവൻ്റെ ജന്മമായിരിക്കും കുറേ. അപ്പോൾ 10 ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന ഒരേ ഒരാൾ സ്വാമി മാത്രമേ ഉള്ളൂ. തിരുപ്പതി ഭഗവാൻ വരെ 3 ഇരട്ടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന ആളാണ് നമ്മളെ സാക്ഷാൽ ചിന്താദേശ ഭഗവാൻ. എന്തായാലും ഭഗവാൻ ഒരിക്കൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇതിരിക്കുമെന്നല്ല എനിക്ക് ഗുരുവിനെ ഞാൻ സംസാരിക്കുന്നു. അതെ, അപ്പോൾ അത് നമുക്കൊരു ഉറപ്പെന്നാണ്. ശരിയായ രീതിയിൽ തെളിഞ്ഞ ഭക്തിയോടി കണ്ടാൽ ഇതേപോലെ കാണാൻ പറ്റും. ഈ ഭഗവാന് ഈ ഗുരുവിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ ഗുരു എന്താണ് ദൈവം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതിൽ ആളുകൾക്കെല്ലാം ഒരു അജ്ഞത എന്ന് പറയുന്നത് ദൈവം എന്തെന്ന് ഗുരു എന്തെന്ന് അറിഞ്ഞുകൂടാ. ദൈവം എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട്, ദൈവം ഒരുമാതിരിയുണ്ട്. അപ്പോൾ പണ്ട് ഉള്ളവർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച് 33 കോടി ദേവതകളുണ്ടായിരുന്നെന്നാണ്. അത് അന്ന്
എന്ന് എഴുതി വെച്ച സമയത്ത് അതിനുശേഷം ഒരുപാട് ദേവതകൾ വന്നു, ഒരുപാടായി. ഇവിടെ ഓരോ മതസ്ഥര് ദേവതകൾ ഉണ്ടാക്കി, എത്രയോ ദേവതകൾ വന്നു, എത്രയോ ദേവന്മാർ വന്നു. ഇപ്പോൾ ഗുരുദേവൻ വന്നു, ചട്ടമ്പിസ്വാമി ഗുരു ദൈവമായിട്ട് ദൈവമായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ദൈവങ്ങൾ പിന്നെ ഒരുപാട്. ആ അവസ്ഥയിൽ ഈ ഗുരു ഈശ്വരനാണ്. ദൈവം വേറെ, ഗുരു വേറെ. ഗുരു ഇല്ലാതെ ഒരു ദൈവത്തിന് നിലനിൽപ്പില്ല. ഇവിടെ അവതാരം എടുത്തിട്ടുള്ള ദൈവങ്ങൾ, ഗുരുവിൻ്റെ അടുത്ത് പോകാത്ത യാതൊരു ദൈവമുണ്ട്? യാതൊരു ദൈവത്തെ വേണം എടുത്ത്. ഇവിടെ അവതാര പുരുഷന്മാരായി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവതാരം എടുത്ത് ആളുകളെ രക്ഷിക്കാൻ വന്ന വിഷ്ണുവാണ്. അദ്ദേഹം കുറേ കാലം ഇവിടെ ഇരുന്നിട്ടുള്ള ജന്മത്തിലായാലും ഗുരുവിനെ ആശ്രയിക്കാതെ പോയിട്ടില്ല. രാമനായ അവതാരം എടുത്തു, സർവശ്രേഷ്ഠനായിട്ടുള്ള അവതാരമാണ്. ഭഗവാന്റെ ദശാവതാരങ്ങളിൽ വച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠ അവതാരമാണ്. കാരണം ശരിക്ക് എല്ലാ പേരും കൂടി വന്ന ഒരേ ഒരു അവതാരമേ ഉള്ളൂ. എല്ലാവരും കൂടി വന്ന ഒരേ ഒരു അവതാരമേ ഉള്ളൂ. കാരണം രാമൻ വിഷ്ണു ഭഗവാൻ രാമനായിട്ടും, സീത മഹാലക്ഷ്മിയായിട്ടും, അനന്തൻ ലക്ഷ്മണനായിട്ടും, ശംഖുചക്രങ്ങൾ ഭരതശത്രുഘ്നായിട്ടും ഒത്തത്തിലിങ്ങി പോകുന്ന ഒരു അവതാരമാണ്. ഭഗവാൻ അവസാനം അഗസ്ത്യ മഹർഷിയുടെ പാദത്തിൽ അഭയം തേടി. അഗസ്ത്യരുടെ പാദത്തിൽ പോയി അമ്പും വില്ലും എല്ലാം ഇട്ടിട്ട് പോയി സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അല്ലയോ ഗുരു, എനിക്കൊരു മാർഗനിർദ്ദേശം തരണം. അതിന് കാരണം എന്താണ്? ഭൂമി എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിക്ഷിപ്തമാണ്. 13 ലോകത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകത ഭൂമിയിലുണ്ട്. അതാണ് ഗുരുത്വാകർഷണം. എന്താകർഷണം? ഗുരുത്വാകർഷണമാണ്. ഇവിടെ ഗുരുവാണ് എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ മന്ത്രങ്ങളെല്ലാം ജപിക്കുമ്പോഴും എല്ലാവരും പറയും ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരുവേ നമ. അപ്പോൾ ഈ ശിവനും ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒക്കെ അതീതമാണ് ഗുരു. അതാണ് പരമഗുരു. അല്ലാതെ ഗുരു എന്ന് പറഞ്ഞ് 2 അക്ഷരം കൊണ്ട് ഇന്ന് ഗുരുക്കന്മാരെ സ്വാമി തന്നെ എത്രയോ പ്രാവശ്യം ഞാൻ കൊച്ചിലെ സ്വാമിയോട് നിന്ന് പഠിക്കുന്ന സമയത്ത് സ്വാമി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇന്നത്തെ കലിയുഗത്തിലെ ഗുരുക്കന്മാരെക്കുറിച്ച്. കലിയുഗത്തിലെ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ തടിയൻ, കട്ടുപറിയൻ, കുടുംബനിലയില്ലാത്തവൻ, തടിയൻ, മൂടനെല്ലാം സന്യാസിയാകുവേൻ. ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിലെ സന്യാസി വര്യന്മാർ. കുടിയൻ എല്ലാം കുടിച്ച് നശിച്ചു, നാനാവിധമായി നടന്ന് എല്ലാം തീർന്നു. അവസാനം നിരാശയായിട്ട് സ്വാമി മുടിവെട്ടാൻ പൈസ ഇല്ലാതെ വരുമ്പം താടി വളർത്തി മുടിയും വളർത്തി സ്വാമി. കുടുംബനിലയില്ലാത്തവൻ, ഭാര്യയും മക്കളുമൊക്കെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടന്ന് സ്വാമി. തടിയൻ, ജോലി ചെയ്യാതെ സുഖമായി ജീവിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ സന്യാസം. മനസ്സിലായില്ല? ഇപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇപ്പോഴത്തെ സന്യാസി വര്യന്മാരെ എടുത്താൽ അറിയാം, ആർക്കും ഒരു ജോലിയില്ല, കൂലിയില്ല, സുഖമായി പറ്റരെ കൊണ്ടുവന്ന് കൊടുക്കും, സുഖമായി തിന്നോണ്ടിരിക്കുന്ന സ്വാമി. അങ്ങനെ മൂടനെല്ലാം ഒരു വിവരവും ആത്മജ്ഞാനം തൊട്ടുകൂടാത്തവനാണ് സന്യാസിയായി വന്നിരിക്കുന്നത്. ഇതാണ് കലിയുഗത്തിലെ സന്യാസി. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, തലതാടി നീട്ടിയിട്ടു കാര്യമില്ല, തലമുട്ടയിട്ടിട്ട് കാര്യമില്ല, ഉലകത്തെ തോൽപ്പിക്കും സന്യാസി വേഷത്താൽ ഉലകം പിടിച്ചിടും ജ്ഞാനപ്പെണ്ണെ. ഇന്ന് വേഷം കെട്ടി അല്ലാതെ ഇപ്പോൾ ചേട്ടൻ ഒരു വിശ്വാസിയാണ് എന്ന് അറിയണമെങ്കിൽ, ഒരു വിശ്വാസിയാണ് അല്ലെങ്കിൽ അറിയണമെങ്കിൽ ചേട്ടൻ ഒരു കാവ്യമൊക്കെ കൊടുത്ത് കുറേ കുറിയൊക്കെ പിടിച്ച് വേണമെങ്കിൽ രുദ്രാക്ഷമൊക്കെ ഇട്ട് ഒക്കെ ഇരുന്നാൽ മാത്രമേ സന്യാസി ഒരു ഭക്തനാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഭക്തനാവും, ഞാൻ നല്ല പരവും ഭക്തനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുക, അവൻ്റെ ഭക്ത വേഷം വല്ലതും ഉണ്ടോ എന്ന്. വേഷമില്ലെങ്കിൽ ഭക്തനല്ല. അപ്പോൾ ഈ വേഷഭൂഷ ഇതാണ് ഇന്നത്തെ മാർഗം. ഇന്നത്തെ ഇത് എല്ലാ മതത്തിലും വേഷം കെട്ടിയില്ലെങ്കിൽ അവൻ ഇതാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്യാസി വേഷം. ഇതൊന്നും അല്ല ഗുരുക്കന്മാർ. ഞാനൊരു പരമഗുരുവിനെ കുറിച്ച് പറഞ്ഞത്, ഗുരുക്കന്മാരുടെ പറ്റി പറഞ്ഞപ്പോൾ അത് എൻ്റെ അടുത്ത് എവിടുന്നെങ്കിലും ഗുരുഗീത കിട്ടുമെങ്കിൽ വായിക്കണം. അപ്പോൾ എനിക്ക് കിട്ടാൻ മാർഗ്ഗമില്ല. ആ സമയത്ത് ഞാൻ പലയിടത്ത് തന്നെ വിശ്വാസം മാതമുള്ള സമയത്ത് കിട്ടി. അത്രയും ഞാൻ ഭഗവാൻ തന്നെ ഒരു ബുക്കിൽ കംപ്ലീറ്റ് എഴുതിയെടുത്തു. അപ്പോൾ അതിനകത്ത് ഗുരു എന്താണെന്നുള്ളതിൻ്റെ പരിപൂർണമായ സംശയം തീരുന്ന രീതിയിലാണ്. അതെ, ത്രിമൂർത്തികൾക്ക് മേലെയാണ്. പിന്നെ അങ്ങനെയുള്ള ത്രിമൂർത്തിയാണ് ഗുരു എന്നും പറയുന്നുണ്ട്.
ത്രിമൂർത്തികൾ ശരിക്ക് ഗുരുപരമ്പരയിലെ ശരിക്ക് പരമഗുരുവിന് താഴെയാണ്. ത്രിമൂർത്തികളും ഗുരുക്കന്മാരാണ്, പക്ഷെ അതിന് മുകളിലാണ് പരമഗുരു. അപ്പോൾ പരമഗുരു, അപ്പോൾ ഈ പരമഗുരുവിനെ നിന്ദിച്ചാൽ അവന് നരകഗതി അവൻ ചോദിച്ച് വാങ്ങിക്കാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പം മറ്റ് ശാപദോഷം നമുക്ക് എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ശാപം കിട്ടുമെന്നാണ്. നമ്മൾ വിചാരിക്കും പിന്നെ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എനിക്ക് ശാപം കിട്ടും, ഇവരെ നിന്ന് ശാപം കിട്ടും, ഒരാൾ ശപിച്ചാൽ എനിക്ക് ശാപം വരും. അങ്ങനെയൊന്നുമല്ല ശാപം വരണത്. ശാപം എല്ലാ രീതിയിലും വരും. വീട്ടിൽ വളർത്തുന്ന ഒരു ചെടിയിൽ നിന്ന് ശാപം വരും. അത് എവിടെയെങ്കിലും നിന്ന് വളരാൻ ശക്തി ഉണ്ടായിരുന്ന സാധനത്തിനെ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ വെച്ച് വെള്ളമോ തീറ്റയോ ഒന്നും കൊടുക്കാതെ അത് നിന്ന് കരിഞ്ഞ് വെള്ളത്തിന് യാചിച്ച് ആ ജീവൻ പൊലിഞ്ഞാൽ ചെടിയിൽ നിന്ന് ശാപം വരും. എവിടെ നിന്ന് ഒരു പട്ടിക്കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് വളർത്തി അതിനെ സമയത്തിന് ബാത്റൂമിൽ കൊണ്ടുപോകാതെയോ അല്ലെങ്കിൽ അതിന് സമയത്തിന് വെള്ളം കൊടുക്കാതെയോ സമയത്തിന് ആഹാരം കൊടുക്കാതെയോ ഇരുന്ന പട്ടിയെന്ന് ശാപം വരും. വീട്ടുകളിൽ പൂച്ചയെന്ന് ശാപം വരും, പക്ഷിയെന്ന് ശാപം വരും. ഇതിനൊന്നും ആരും കാണാറില്ല ശാപമായിട്ട്. ജീവനുള്ള എല്ലാത്തിൽ നിന്നും ശാപം കിട്ടും. അപ്പം നമ്മൾ ചെയ്യണമെങ്കിൽ അതിനെ പാലിക്കണം. പിന്നെ മാതൃശാപം വരും, പിതൃശാപം വരും, ഇങ്ങനെ ദേവശാപം വരും, ദൈവത്തെ നിന്ദിച്ചാലും ശാപം വരും. ഈ ശാപങ്ങളെ എല്ലാം മാറ്റാനായിട്ട് മഹാദേവന് ശക്തിയുണ്ട്. ആരൊക്കെ ശക്തിയുണ്ട്? ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇല്ല, മഹാദേവന് ശക്തിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ശാപത്തിൽ നിന്നും മോചനം ഉണ്ടാവാൻ. പക്ഷേ ശിവശാപം വന്നാലോ ഗുരുവിന് മാത്രമേ പറ്റുള്ളൂ. ഗുരുശാപം വന്നാലോ ഇവരെല്ലാം ഓടിക്കളയും. ശിവനുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഗുരുശാപം പിടിച്ചവൻ ശിവക്ഷേത്രത്തിലേക്ക് ചെന്നാൽ നമ്മൾ തമാശയ്ക്ക് പറയും, നമ്മൾ ഈ ജോത്സ്യനും കൂടി ആയതുകൊണ്ട് തമാശയ്ക്ക് പറയും, ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ നടയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ചെറിയ ഒരു ഹോൾ ഈ ക്ഷേത്രത്തിനകത്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ പൂജാരിമാരൊക്കെ ചെന്ന് നട തട്ടുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന് ഇറങ്ങിപ്പോകാനുള്ള ഒരു എളുപ്പം. കാരണം എന്ന് വെച്ചാൽ ഈ പൂജാരി ചെന്നിട്ട് നട തുറന്നിട്ട് ആദ്യം യവൻ്റെ കാര്യങ്ങളാണ് പറയണേ, നാട്ടുകാരുടെ കാര്യം പറയണേ. പിന്നെ നടയൊക്കെ തുറന്ന് അകത്ത് ദീപാരാധനയ്ക്ക് ഹാളിൽ കയറ്റുമ്പോഴല്ലേ, അതിന് മുമ്പായിട്ട് പോയി ഇദ്ദേഹം സ്വന്തം കാര്യങ്ങൾ പറയാം. അതുപോലും ഭഗവാന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊന്നും സാധ്യമാവില്ല. ഇവൻ്റെ കർമ്മഫലങ്ങൾ തീർക്കാതെ ഇവൻ ചോദിക്കുന്ന എങ്ങനെ കൊടുക്കാൻ പറ്റും? ദൈവത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് തട്ടുമ്പോൾ തന്നെ ഒന്നീ മണിയടിക്കും, അല്ലെങ്കിൽ ഡോറിൽ തട്ടും. തട്ടിയിട്ട് നട തുറക്കാവൂ എന്ന് വെച്ചാൽ മുന്നേറിപ്പോയി അവർ ആ ഹോളിൽ കൂടി മുങ്ങിക്കളയും. അല്ലാതെ തുറന്നിരുന്ന ദൈവം ഇരുന്നാൽ പോലും ഗുരുശാപം പിടിച്ചവൻ മരണ കാണുമ്പോൾ ശിവൻ ഈ ഫ്രണ്ട് കടയിൽ കൂടി വരില്ല. കാരണം ഇവനെ ടച്ച് ചെയ്താൽ പോലും ശിവന് ശാപം കിട്ടും. അതുകൊണ്ട് അദ്ദേഹം വടക്ക് പുറത്തുകൂടി മുങ്ങിക്കളയും. ഈ ഗുരുശാപം ഏറ്റുവാങ്ങിയിട്ട് യാത് അമ്പലത്തിൽ പോയാലും കാര്യമില്ല. ഈ ഗുരുശാപം എന്തെന്ന് വെച്ചാൽ കൊണ്ടുപോവുകയാണ് ചെയ്യണത്. നമ്മൾ വിചാരിക്കും ഇവിടെ അനുഭവിക്കുന്നു, ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യണ പാപം ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു പ്രോജക്റ്റ് തന്നാണ് ഇങ്ങോട്ട് വിടുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ഫലം, ഇപ്പോൾ ഒരാൾ 80 വയസ്സ് വരെ അവൻ ജീവിക്കണം. അപ്പോൾ 80 വയസ്സത്തേക്ക് അവന് പ്രോജക്റ്റ് തയ്യാറാക്കി ഓരോ യാജി വെച്ച് ചെയ്ത് ഇന്ന് ഇവിടെ ഇരുന്ന് ചേട്ടന് ഭഗവാന്റെ നാമധേയം, ഭഗവാന്റെ കാര്യങ്ങൾ, പൊന്നുതമ്പുരാനെക്കുറിച്ച് പറയണം. ഇതാണ് ഈ ജന്മത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന വിധി. അപ്പോൾ ഇത് നേരത്തെ എഴുതപ്പെട്ടതാണ്. അതിന് മുമ്പ് ഒരു ദിവസം വരണമെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല. ഇനി ഒരു ദിവസം ചിലപ്പോൾ ഇന്നത്തെ പാസ് ചെയ്താൽ ഇനി വരാനും പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ഇത് നേരത്തെ എഴുതപ്പെട്ടതാണ്. ഈ എഴുതപ്പെട്ട കാര്യത്തിൽ യവന് കുറവ് വരുത്താൻ വേണ്ടിയിട്ടാണ് ജന്മം തന്നത്. ജന്മശാസ്ത്രം പറയുന്നത് എന്താണ്? ജ്യോതിഷമാണ് ജന്മശാസ്ത്രം. ജന്മശാസ്ത്രം പറയുന്നത് നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ മാറ്റണം. നമ്മളെക്കുറിച്ച് നമ്മളെ ദോഷം മാറ്റാനായിട്ട് ദൈവത്തിനൊന്നും സാധ്യമാവില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. അതിനാണ് ഗുരു വചനങ്ങൾ, ഗുരു നിർദ്ദേശങ്ങൾ. അവർ നമ്മളെ നന്മയിലേക്ക് നയിക്കും. അവർ പറഞ്ഞു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ഒരിക്കലും ജന്മങ്ങൾ തന്നെ കുറയ്ക്കാൻ പറ്റും. ഒരേ ഒരു ഗുരുവിന് മാത്രം. നമ്മൾ പറയും തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പലരും ഇങ്ങനെ ഒറ്റ വാക്കി പറയും. ഒരിക്കലും അത് കള്ളമാണ്. ഒരേ ഒരാളിനെ പറ്റുള്ളൂ. ഒരു പരമഗുരുവിന് നമ്മളെ തലയിലെടുത്ത് മാറ്റാൻ പറ്റും. നമ്മളെ തലയിലെടുത്ത് മാറ്റാൻ പറ്റും. ഈ ഇപ്പോഴത്തെ ജന്മത്തിനെ ഉള്ള കർമ്മഫലങ്ങളെ മാറ്റി വേറെ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് അമ്പലത്തിലോ ഒരു ദേവാലയത്തിലോ പോയാൽ സാധിക്കില്ല. അത്ര പവർഫുള്ളാണ് ഒരു ഗുരുവിൻ്റെ പ്രസൻസ്. ഞാൻ പറയണ ഈ നമ്മളെപ്പോലെ ഉള്ള
ആളുകൾ എല്ലാ പാഴ് ജന്മങ്ങളാണ്, നമ്മളൊക്കെ വളരെ ദുഷ്ടാത്മാക്കളാണ്, എല്ലാ അഭ്യാസികളാണ്, ഒക്കെ ആണെങ്കിൽ പോലും പരമ ഈശ്വരനെ ഡയറക്റ്റ് കാണാൻ ഭാഗ്യത്തെത്തിച്ചവരാണ്. അതിന് ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഇനി ഒരു തലമുറയിലും കിട്ടാത്ത മഹാഭാഗ്യം അനുഭവിച്ചവരാണ് നമ്മൾ. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും 100% സാന്നിധ്യം കൊണ്ട് ഭഗവാനെ കാണുക എന്ന് പറയുന്നത്, ഞാൻ ഉദാഹരണം പറയാം. ഭഗവാൻ 50 വർഷം ചെലവഴിച്ച സ്ഥലമാണ് കള്ളിക്കാട്, സ്വാമിയുടെ കർമ്മഭൂമി. 50 വർഷം ചെലവഴിച്ച സ്ഥലമാണ് കള്ളിക്കാട്. കള്ളിക്കാട്ട് സ്വാമിയെ കാണാത്ത ആയിരങ്ങളുണ്ട്, ഇനിയുണ്ട്. ആയിരങ്ങൾ സ്വാമിയെ കണ്ടിട്ടില്ല. സ്വാമിയുടെ ജന്മസ്ഥലമാണ് പോത്തങ്കോട്, അവിടെയും അതുപോലെ സ്വാമിയെ കണ്ടിട്ടില്ലാത്ത ചുറ്റുപാടും കിടക്കുന്നവർ പോലും സ്വാമിയെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ആ ഭഗവാന്റെ ദർശനം കിട്ടണമെങ്കിൽ മുൻജന്മ സുഹൃതമാണെങ്കിലേ പറ്റൂ. അത് പ്രൂവ് ചെയ്യുന്ന നമ്മളൊന്നും ഈ ജന്മം ചെയ്ത സുഹൃതമല്ലെന്ന് വേണം പറയാൻ. ഇപ്പം 4 വയസ്സിൽ സ്വാമിയുടെ അടുത്ത് എത്തിച്ചേരണമെങ്കിൽ ഈ ജന്മം ചെയ്ത ഒരു സുഹൃതം കൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ യാതോ ജന്മത്തിൽ ഇങ്ങനെ കാണണമെന്നും ഈ ഭഗവാന്റെ പരഞ്ഞം ലഭിക്കണമെന്നും ഒക്കെ ചിലപ്പോൾ ആഗ്രഹിച്ച് നടന്ന ഒരു ആത്മാവായിരിക്കാം. ആ ആത്മാവിന് ഭഗവാൻ ഈ ജന്മത്തിൽ മോക്ഷം തന്ന് അവിടെ ഇരുത്തിയിരുന്ന കുറേ ദിവസം ഇവിടെ കേടാം, എൻ്റെ കൂടെ കുറേ ദിവസം ഇരിക്കും. ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും, ഭഗവാനെ കണ്ട ഓരോരുത്തരും പരമസത്യം എന്നത് ഭഗവാനുമായിട്ട് യാതോ ജന്മത്തിൽ ബന്ധമുള്ളവരാണ്. ഭഗവാൻ ഇനി ഒരു ജന്മമില്ല. അപ്പോൾ ഈശ്വരനിൽ ലയിച്ചല്ലോ, ഈശ്വരനിൽ ലയിക്കുന്നവരെയിൽ ജനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശ്വരനിൽ ലയിച്ചു കഴിഞ്ഞതോടുകൂടി ഇനി അദ്ദേഹത്തിന് ജന്മമില്ല, ഈശ്വരനും സ്വാമി ഒന്നായി. അപ്പോൾ ഈ ജന്മത്തിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ജന്മാജന്മാങ്ങളിൽ സ്വാമി 4 ജന്മവും കണ്ട ആളാണ്. ഈ ഒരു ജന്മം, 4 ജന്മമല്ല, 4 യുഗവും കണ്ടവനാണ്. 4 യുഗവും കണ്ട അഗസ്ത്യരെ മാത്രമാണ് പറയണമെങ്കിലും ഭഗവാൻ 4 യുഗവും കണ്ട ആളാണ്. കാരണം എല്ലാ യുഗത്തിലെ കാര്യങ്ങളും ഭഗവാൻ അറിയാം. എന്നോട് തന്നെ ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഹിമാലയത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഈ മിലിറ്ററിയുടെ അണ്ടറിൽ പോയതുകൊണ്ട് പല പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. ഈ നിരോധിത മേഖലയായിട്ട് ആളുകളെ വിടാത്ത സ്ഥലത്ത് പട്ടാളത്തിൻ്റെ അണ്ടറിലാണ്. അപ്പം പട്ടാളക്കാരുടെ കൂടെ പോയതുകൊണ്ട്, പട്ടാളത്തിൻ്റെ അധീനതയിൽ പോയതുകൊണ്ട് അന്ന് ശരിക്ക് ഉത്തരാഖണ്ഡിലൊക്കെ ഞാൻ സുപ്രധാനമായ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ കമാൻഡ് ചെയ്ത കമാൻഡിങ് ഓഫീസർ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹമാണ് എന്നെ കൂടെ കൊണ്ടുപോകണേ. അപ്പോൾ എല്ലാ പട്ടാളക്കാരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ്, പുള്ളിയുടെ അണ്ടറിലാണ്. അപ്പോൾ പോകണം, പുള്ളി കൂടെ വരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു പറയാൻ വേണ്ട. അപ്പോൾ അങ്ങനെ എല്ലായിടും കാണാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിട്ട് വലിയ ആളായിട്ട് സ്വാമീൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പിള്ള അവിടെയൊക്കെ ഇന്നടത്തൊക്കെ പോയാൽ പിള്ള, ഇന്നടത്തൊക്കെ പോയാൽ പിള്ള, നമ്മൾ പോയെന്ന് ഇങ്ങനെയൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറത്ത് പോയോ, ഇതിനപ്പുറത്ത് വേറെ ഇതുണ്ട് കണ്ടോ? ഇല്ല ഭഗവാനെ കണ്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊന്നും കണ്ടില്ല, ഞാൻ വലിയ ആളായിട്ട് എല്ലാം കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന് ബലപ്പെടുത്തുന്ന ഒരു സംഗതി ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഹിമാലയ യാത്ര നടത്തിയതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? രമേശ് സാറിന് ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.